നെക്സ്റ്റ് വൺ വോയിഡ് എഗ്രിമെന്റ് അല്ലെ. അതായത് എന്താണ് വോയിഡ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് ഓൾറെഡി ഡിക്ലെയർഡ് വോയിഡ് ബൈ ലോ. നിയമമാണ്. നമ്മൾ ആരും നമ്മുടെ പ്രശ്നം കൊണ്ട് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വോയിഡ് ആയതല്ല. എന്താണ് എന്താണ് നിയമം ഓൾറെഡി ഡിക്ലെയർ ചെയ്തേക്കുവാണ്. ഈ താഴെ പറയുന്ന കേസുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം എന്താണ് വോയിഡ് ആയിരിക്കും. ജനറലി ഇല്ലീഗൽ ആൻഡ് ഇമ്പോസിബിൾ എഗ്രിമെന്റ് ആർ കോൾഡ് വോയിഡ് അല്ലെ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രാക്ട് വെക്കാൻ പാടില്ല, വോയിഡ് ആണ്. ഇല്ലീഗൽ ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ താഴെ പറയുന്നത് സ്പെസിഫിക്കലി ആര് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? ലോ, കോൺട്രാക്ട് ലോ വിച്ച് സ്പെസിഫൈ ഓൾറെഡി ഡിക്ലെയർഡ് വോയിഡ് അല്ലെ. നിയമം, കോൺട്രാക്ട് ആക്ട് പറഞ്ഞേക്കുവാണ്, ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങള് രണ്ടു കൂട്ടർക്കും സമ്മതമാണെങ്കിൽ പോലും ദിസ് ഈസ് ഡിക്ലെയർഡ് ആസ് വോയിഡ് അല്ലെ. ആണോ വോയിഡ് എഗ്രിമെന്റ്? ഏതൊക്കെയാ? ഒന്ന്, ഇഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ആർ അൺലോഫുൾ ഇൻ പാർട്ട്. രണ്ടാമത്തേത് എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. മൂന്നാമത്തേത് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ്. നാലാമത്തേത് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്. 5, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിംഗ്. 6, എഗ്രിമെന്റ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി. 7, എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ. അപ്പൊ നമ്മൾ ഇനി ഓരോന്ന് പഠിക്കാൻ പോവാം അല്ലെ. ഫസ്റ്റ് വൺ ഏതാണ്? ഇഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ആർ അൺലോഫുൾ ഇൻ പാർട്ട്. Sometimes consideration or purpose are partly legal and partly illegal. അപ്പൊ എന്താ പറയുന്നേ? ബൈ സം പാർട്ട് ഇറ്റ് ഈസ് ലീഗൽ. ചില പാർട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലീഗൽ ആയിരിക്കും. ഓക്കെ, ചിലത് ലീഗൽ ആയിരിക്കും, ചിലത് എന്തായിരിക്കും? ഇല്ലീഗൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അതിന്റെ കേസ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇപ്പോ നമ്മളിവിടെ പറയുവാണെങ്കിൽ അല്ലെ, സോ എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എങ്ങനെയാ വരിക? കൺസിഡറേഷൻ ഓക്കെ, ഹൗ? നോക്കിക്കേ, ലീഗൽ പാർട്ട് ഉണ്ടായിരിക്കാം, ലീഗലും ഇല്ലീഗലും അല്ലെ. ഇല്ലീഗൽ കൺസിഡറേഷൻ എന്തുവാണ്? ഓൾറെഡി വോയിഡ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം വോയിഡ് ആണ്. അത് പറ്റുമോ? പറ്റത്തില്ല. എടാ, നീ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ട് കൺസിഡറേഷൻ എന്തുവാ നിനക്ക് കിട്ടുന്ന? നീ 10 ലക്ഷം രൂപ കൊടുക്കുന്നു, വേറെ ആളെ കൊല്ലുക. ഇറ്റ് ഈസ് ഇല്ലീഗൽ അല്ലേ? ആണോ അല്ലേ? ഇനി നോക്കിക്കേ, ഇത് രണ്ടും കൂടെ വരുന്ന കേസ്, അതായത് കൺസിഡറേഷൻ എങ്ങനെയാണ്? ബൈ പാർട്ട്. ലീഗൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ ലീഗലാണ്, പ്ലസ് ഏതാ വരുന്നത്? ഇല്ലീഗലും വരുന്നുണ്ട്. ഇല്ലീഗലും വരുന്നുണ്ട്. ഈ കേസാണ് നമ്മൾ പഠിക്കുന്നത്, ലീഗൽ ആൻഡ് ഇല്ലീഗൽ. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാ വരുന്നത്? നോക്കിക്കേ, പാർട്ട്ലി ലീഗലാണ്, പാർട്ട്ലി ഇല്ലീഗലാ. ഈ കേസിൽ നമ്മൾ നോക്കും, എന്ത് നോക്കും? ഈ ഇല്ലീഗൽ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലീഗൽ പാർട്ടിനെ മാറ്റാൻ പറ്റുമോ? ഇഫ് എ പാർട്ട് ഈസ് ഇല്ലീഗൽ അല്ലെ, ഇല്ലീഗൽ ആയിട്ടുള്ള ആ ഒരു കൺസിഡറേഷനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇല്ലീഗൽ ആയിട്ടുള്ളത് ഒഴിവാക്കുക. ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കാൻ അതിൻ്റെ അകത്തൊന്നും പറ്റത്തില്ലല്ലോ, രണ്ടും ഒഴിവാക്കുക. ഓക്കെ, സോ അത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കിയാലേ പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. നോക്കിക്കേ, ഈ ഒരു എക്സാമ്പിളിൽ എന്തൊക്കെയാ ഞാൻ കൊടുത്തേക്കുന്നത്? മാങ്ങയുണ്ട്, ഡ്രഗ്സും ഉണ്ട്. A promises to B to sell 10 kg mango and 500 gram cocaine. അല്ലേ, എടാ 10 കിലോ മാങ്ങയും 500 ഗ്രാം കൊക്കൈൻ ഡ്രഗ്സും എത്ര രൂപയ്ക്ക്? മൊത്തം കൂടെ ഒറ്റ വില എത്രയാ വില? 10,000 രൂപ അല്ലേ. എടാ, മാംഗോ സെല്ലിംഗ് ലീഗലാണോ? ലീഗലാണ്, മാംഗോ ലീഗലാണ്. പക്ഷെ കൊക്കൈനോ? ഇല്ലീഗലാ. കൊക്കൈൻ എന്തുവാ? ഇല്ലീഗലാ. ഈ കേസില് അല്ലെ, മാംഗോയ്ക്ക് ഇത്ര രൂപ, കൊക്കൈൻ ഇത്ര രൂപ എന്ന് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും കൂടെ ഒറ്റത്തുകയാ. അതായത് മാങ്ങോ കച്ചവടം ലീഗലാണ്, അത് ഇതിൻ്റെ അകത്തൊന്ന് പിരിക്കാൻ പറ്റും. ഈ 10,000 രൂപയിൽ എത്ര രൂപ മാങ്ങാടേത്, എത്ര രൂപ കൊക്കൈൻ്റെതെന്ന് പറഞ്ഞിട്ടില്ല, ഡ്രഗ്സിൻ്റെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എങ്ങനെയാ? എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വിലയാണ്. സോ ദർ ഈസ് നോ സെപ്പറേഷൻ. ഈ കേസിൽ മാങ്ങ കച്ചവടം നടക്കുവോ, കൊക്കൈൻ കച്ചവടം നടക്കുവോ? ഇല്ല, അവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദർ ഈസ് നോ സെപ്പറേഷൻ ഇൻ ദിസ് കേസ് ആസ് ആൻ അഗ്രിഗേറ്റ് എമൗണ്ട് അല്ലെ, എല്ലാത്തിനും കൂടെ ഒറ്റ തുകയാണ്. അഗ്രിഗേറ്റ് എമൗണ്ട് ഈസ് പെയ്ഡ് ഫോർ ബോത്ത് മാംഗോ ആൻഡ് കൊക്കൈൻ. സോ എഗ്രിമെന്റ് എങ്ങനെയായിരിക്കും? വോയിഡ് ആയിരിക്കും. എഗ്രിമെന്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ അടുത്ത എക്സാമ്പിളോട് നമുക്ക് നോക്കണം. കൺസിഡർ എ സിറ്റുവേഷൻ അല്ലെ, കൺസിഡർ എ സിറ്റുവേഷൻ. അവിടെ എന്താണ്? വേർ A promises B to sell 10 kg mango. ഇതേ കേസ് തന്നെ എടുത്തോ.
എന്താണ് 10 kg മാംഗോയും 500 ഗ്രാം കൊക്കൈനും എത്ര രൂപയ്ക്ക്? 10,000 രൂപയ്ക്ക് തന്നെ. പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 കിലോ മാങ്ങയ്ക്ക് 200 രൂപ വെച്ച് 10 കിലോ മാങ്ങയ്ക്ക് എത്രയാണ്? 2000 രൂപ. 10 കിലോ മാങ്ങയ്ക്ക് എത്രയാണ്? 2000 രൂപ. ഓക്കെ, 500 ഗ്രാം കൊക്കൈൻ എത്ര രൂപയാണ്? 8000 രൂപ. അല്ലേ? ഈ കേസിൽ നമുക്ക് ക്ലിയർ ആണല്ലോ. സെപ്പറേറ്റ് ചെയ്യാമോ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് പറ്റും. ആണോ അല്ലയോ? സോ മാങ്ങ കച്ചവടം ലീഗൽ ആണോ? യെസ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ലീഗൽ. കൊക്കൈനോ? ഇല്ലീഗൽ ആണ്. ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ടിനും സെപ്പറേറ്റ് വിലയോ പറഞ്ഞേക്കുന്നത്? ഒറ്റ ഒരു തുകയല്ല. സോ 2000 രൂപ വരുന്ന മാങ്ങ കച്ചവടം ലീഗലാണെന്ന് അർത്ഥം. 8000 രൂപ വരുന്ന കൊക്കൈൻ കച്ചവടം ഇല്ലീഗലാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് വോയിഡ്. ഏത്? കൊക്കൈൻ വോയിഡ് ആണ്. മാങ്ങ കച്ചവടം യു ക്യാൻ ഗോ അഹെഡ് വിത്ത് സെയിൽ ഓഫ് മാംഗോ. കാരണം അതെന്തുവാ? ലീഗലാ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൺസിഡറേഷൻ അല്ലെ, കുറച്ച് ഭാഗം ലീഗലാണ്, കുറച്ച് ഭാഗം ഇല്ലീഗലാണ്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? ലീഗലായിട്ടുള്ള ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻറ്റയർ കോൺട്രാക്ട് ഈസ് വോയിഡ്. അല്ലേ? എൻറ്റയർ കോൺട്രാക്ട് ഈസ് വോയിഡ്. ആൻഡ് നെക്സ്റ്റ് വൺ, agreements without consideration. Agreement without consideration. Yeah, if no consideration. Okay, no contract. No consideration, no contract. ഇല്ലേ? എടാ, കൺസിഡറേഷൻ ഒരു കമ്പൽസറി എലമെന്റ് ആണ്. ആണോ അല്ലയോ? കൺസിഡറേഷൻ ഈസ് എ കമ്പൽസറി എലമെന്റ്. ഇഫ് there is no consideration ആബ്സെന്റ് ആണെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാവില്ല, കോൺട്രാക്ട് ഉണ്ടാവില്ല. സോ ഒരു എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഇങ്ങോട്ടൊന്നും കിട്ടാതെ അല്ലെ, ഒരു കൺസിഡറേഷനും ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ഒരു എഗ്രിമെന്റ്, ഒരു പ്രോമിസ് നടത്തി കഴിഞ്ഞാൽ അതിന് യാതൊരു മീനിങ് ഉണ്ടാവില്ല. there should be something in return. തിരിച്ച് എന്തെങ്കിലും കിട്ടണം. അത് അഡിക്വേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഞാൻ വിൽക്കുവാണ്, അല്ലേ? ഓക്കെ, എന്റെ കയ്യിലിരിക്കുന്ന പേനയ്ക്ക് ചിലപ്പം 100 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലേ? ഓക്കെ, അല്ലെ എന്റെ കയ്യിരിക്കുന്ന പേനയ്ക്ക് 8500 രൂപയാണ്. ഓക്കെ, സോ ഞാൻ വേണമെങ്കിൽ ഇത് 10 രൂപയ്ക്ക് വിൽക്കും. ദാറ്റ് ഈസ് മൈ റൈറ്റ്. എങ്ങനെ വിൽക്കണം എന്നുള്ളത് കുഴപ്പമുണ്ടോ? പ്രശ്നമില്ല. അഡിക്വേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ ഉണ്ടായാൽ മതി. എന്റെ ഇഷ്ടം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത്. ചിലപ്പോൾ 8500 രൂപയുടെ സാധനം ഞാൻ ചിലപ്പോൾ 10 രൂപയ്ക്ക് വിൽക്കും. ആണോ അല്ലയോ? അല്ലെ 100 രൂപയ്ക്ക് വിൽക്കും. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. പക്ഷെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ഈ ഒരു കേസ് നോക്കി, ഫ്രീ ഗിഫ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇത് കൊടുക്കുന്നതിന് എനിക്ക് പകരം കൺസിഡറേഷൻ അതെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ there is no contract. But there are certain exemption. ചില എക്സംഷൻ ഉണ്ട്. ചില കേസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇഫ് there is no consideration there is no contract. അല്ലേ? ചില എക്സംഷൻസ് ഉണ്ട്. അതായത് എന്തുവാ? കൺസിഡറേഷൻ ഇല്ലായിരുന്നേ ഈ പറയാൻ പോകുന്ന കേസുകൾ കുഴപ്പമില്ല. ഈ പറയാൻ പോകുന്ന കേസുകൾ എന്തില്ല? കുഴപ്പമില്ല. ഏതാ കേസ് നോക്കിക്കേ? ഡ്യൂ ടു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അല്ലേ? എന്താണ്? എടാ, മക്കൾക്ക് അച്ഛനോ അമ്മയോ സ്ഥലം എഴുതി കൊടുക്കുക, അല്ലെ എന്തെങ്കിലും സാധനം കൊടുക്കുക, അവിടെ തിരിച്ചിങ്ങോട്ട് വാങ്ങുന്നുണ്ടോ? നോ. അല്ലെ? പാർട്ടീസ് മസ്റ്റ് സ്റ്റാൻഡ് ഇൻ റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ. അതായത് ഫ്രണ്ടിന് കൊടുക്കുവാണ്. പറ്റുമോ? ഇതിൽ വരുമോ? വരത്തില്ല. കാരണം എന്തുവാണ്? ഡ്യൂ ടു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പറയുന്നത് നിയർ റിലേഷൻ ആയിരിക്കണം. അമ്മായിയുടെ, കുഞ്ഞമ്മയുടെ, നാത്തുവിന്റെ ഇളയ മോന്റെ മൂത്ത മോന് കൊടുക്കുക. അടുത്ത റിലേഷനാ? നോ. അല്ലേ? മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. ചുമ്മാ പറഞ്ഞു കൊടുക്കുന്നതല്ല. ആൻഡ് ഓൾസോ രജിസ്റ്റേർഡ്. അതായത് എന്താ പറയുന്നത്? നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന്റെ പേരിൽ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. എക്സാമ്പിൾ നോക്കിയേ. സിന്ധു ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രോമിസസ് ടു ഗീവ് ഹർ ഡോട്ടർ എ പീസ് ഓഫ് ലാൻഡ് വർത്ത് 5 lakh. എന്ത് ചെയ്തു? സിന്ധു തന്റെ മകൾക്ക് എന്ത് ചെയ്യുക? 5 ലക്ഷം രൂപയുടെ സ്ഥലം കൊടുക്കുവാണ്. വർത്ത് ആണ്. എത്ര? ഫ്രീ ആയിട്ട്. കാരണം മകളല്ലേ. മാതാപിതാക്കൾ മക്കൾക്ക് എഴുതി കൊടുക്കുകയില്ലയോ? കൊടുക്കും. ആണോ? സിന്ധു മെയ്ഡ് ദ പ്രോമിസ് ഇൻ റൈറ്റിംഗ്. അല്ലെ? അത് എങ്ങനെ അയക്കണം? ചുമ്മാ വാഗൊണ്ട് പറയുന്നതാണോ? അല്ല. റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ആൻഡ് രജിസ്റ്റേർഡ് ആയിരിക്കും. ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ അല്ലേ, സ്ഥലം മോക്ക് കൊടുക്കുന്നു, എടുക്കടി പൈസ, ഇവിടെ താടി പൈസ എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല.
ശരിയല്ലേ? അങ്ങനെ നമ്മൾ പറയുന്നുണ്ടോ? അങ്ങനെ നമ്മൾ പറയുന്നില്ല. കൺസിഡറേഷൻ മകൾ ഇങ്ങോട്ട് കൊടുത്തില്ലെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആണ്. ഏത് കേസിലായിരിക്കണം? നിയർ റിലേഷൻ ആയിരിക്കണം, ഇൻ റൈറ്റിംഗ് ആയിരിക്കണം, അല്ലെ? നമ്മൾ സ്ഥലമൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ചുമ്മാ അതുകൊണ്ടാണോ പറയുന്നത്? ഇൻ റൈറ്റിംഗ് ആണ്, സ്റ്റാമ്പ് പേപ്പറിലൊക്കെയാണ്, അല്ലെ? രജിസ്റ്റേർഡ് ആയിരിക്കണം, അല്ലെ? ഓക്കെ, രജിസ്റ്റർ ചെയ്യുകയും വേണം. അങ്ങനെയാണ് കുഴപ്പമില്ല. ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ, പ്രശ്നമൊന്നുമില്ല ഈ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. A person promises to compensate another person who has already voluntarily done something to the person who promises. അല്ലെ? എന്തോ ഒന്ന് ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല, ഇങ്ങോട്ട് എന്തോ ചെയ്ത് അന്ന നേരത്തെ സഹായം, അല്ലെ? അതിന് പകരം ഞാൻ പ്രോമിസ് ചെയ്യുവാണ്, ചേട്ടാ നിങ്ങൾ എന്നെ സഹായിച്ചതിന് വളരെ നന്ദി, ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം. ഓക്കെ, അവിടെ ഇങ്ങോട്ട് എന്തായാലും ഇപ്പം നമ്മൾ ഈ കോൺട്രാക്ട് വെക്കുമ്പോൾ എന്തായാലും കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല, പാസ്റ്റിലെയാണ്, അല്ലെ? നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. മിസ്റ്റർ എക്സ് ഹാഡ് ഹെൽപ്ഡ് ഹിസ് നെഫ്യൂ മിസ്റ്റർ വൈ. മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? വൈയെ ഹെൽപ്പ് ചെയ്തു. എന്തിന്? ടു ഫൈറ്റ് എ കേസ് ഇൻ ദ കോർട്ട് ഓഫ് ലോ യൂസിങ് ദ നോളജ് ആൻഡ് ഇന്റലക്ട്. എന്ത് ചെയ്തു? എക്സ് കുറെ ടിപ്സ് പറഞ്ഞു കൊടുത്തു. എടാ ഇങ്ങനെ വാദിക്കണം, ഇങ്ങനെ ചെയ്യണം, നിന്റെ കേസ് അതെന്ത് ചെയ്യണം, നമുക്ക് ജയിക്കണമെങ്കിൽ കുറെ ഐഡിയാസ്, ലോ പോയിന്റ്സും ലൂപ്പ് ഹോൾസും ഒക്കെ പറഞ്ഞു കൊടുത്തു. വൈ കേസ് ജയിച്ചു. വൈക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്തുവാ? കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം, അല്ലെങ്കിൽ വേറെ പോകണ്ട, നമുക്ക് പ്രശ്നം വരുന്ന കേസായിരുന്നു. എക്സിന്റെ ഐഡിയ കൊണ്ട് ജയിച്ചു, അല്ലെ? പറയാ, അണ്ണാ നിങ്ങളുടെ ഐഡിയ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കേസ് ജയിച്ചു. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം? എന്റെ ഒരു സന്തോഷത്തിന് ഒരു 10,000 രൂപ തരിക. ദിസ് ഈസ് എ കോൺട്രാക്ട്. തരാമെന്ന് സമ്മതിച്ചില്ലേ? ആണോ? ഈ കോൺട്രാക്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെ, എൻറ്റർ ചെയ്തു, അല്ലെങ്കിൽ അത് കഴിഞ്ഞോ എക്സ് എന്തേലും ചെയ്തു തരുന്നുണ്ടോ? ഇല്ല. എക്സ് നേരത്തെ എന്തോ, ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചല്ലേ ഇത്, വോളണ്ടറിലി അയാൾ ചെയ്തു കൊടുത്തതാ. നേരത്തെ എന്തോ പാസ്റ്റില് വോളണ്ടറിലി അയാൾ എന്ത് ചെയ്തു കൊടുത്തു? എന്തോ ഒരു കേസ്, ഒരു സഹായം ചെയ്തു കൊടുത്തു. അതിന് പകരം ഇപ്പൊ നമ്മൾ പ്രോമിസ് ചെയ്യുവാണ്, അതെ ഇപ്പൊ പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം. ഈ കോൺട്രാക്ട് എൻറ്റർ ചെയ്യുമ്പോഴോ അത് കഴിഞ്ഞിട്ടോ എക്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നേരത്തെ കിട്ടിയതിന് പകരമായിട്ട് നീ എന്ത് ചെയ്യുവാണ്? പ്രോമിസ് ചെയ്യുവാണ്. അപ്പൊ ഈ കോൺട്രാക്ട് എൻട്രി ചെയ്യുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം എക്സ് എന്തെങ്കിലും കൺസിഡറേഷൻ തരുന്നുണ്ടോ? ഇല്ല. ശരിയല്ലേ? അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നേരത്തെ അയാൾ ചെയ്തു തന്നതിന് പകരമല്ലേ നീ കൊടുക്കുന്നത്? കുഴപ്പമില്ല, കൊടുത്തു. നെക്സ്റ്റ് വൺ, വെൻ സംതിങ് വാസ് ഗിവൺ അസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് കൊടുത്തോ? കുഴപ്പമില്ല. ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? എക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഒന്ന് സംസാരിച്ചിരുന്നു. ഗിഫ്റ്റ് അവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഇങ്ങോട്ട് ഓക്കെ, കല്യാണത്തിന് പോയി ഗിഫ്റ്റ് കൊടുത്തിട്ട്, അതെ അണ്ണാ ഇതിന് ഒരു 500 രൂപ കേട്ടോ, ആ പൈസക്ക് ഞാൻ തരാം, ഗൂഗിൾ പേ ചെയ്തേ. ആണോ? അല്ല, ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, വേർ എ പേഴ്സൺ ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ എ person making it is made to pay debt barred by limitation. Debt barred by limitation. ഓക്കെ, എന്താണ് debt barred by limitation? അവിടെ ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അല്ലേ? സോ എന്താ തന്നിരിക്കുന്നത്? Where there was a loan or debt which is time barred. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ടൈം അറിയത്തില്ലാത്ത എന്തുവാ? ടൈം ബാർഡ്, അല്ലേ? അറിയാവോ? അറിയത്തില്ല. ശരിയാണോ അല്ലയോ? ടൈം ബാർഡ് എന്താന്ന് അറിയത്തില്ല. ലോൺ ഓർ ഡെറ്റ് വിച്ച് ഈസ് 3 years ഓൾഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് റീപേയ്മെന്റ്. അതായത് നമുക്കൊരു കേസിന് പോകണമെങ്കിൽ ശ്രദ്ധിക്കാം, ടൈം ബാർഡ് എന്താ നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, എന്താ ടൈം ബാർഡ്? എന്താണ് ടൈം ബാർഡ്? മിസ്റ്റർ എ ആസിഫ് ആർക്ക് കടം കൊടുത്തു? മിസ്റ്റർ പ്രവീൺ പിക്ക് കടം കൊടുത്തു. എത്ര രൂപ കടം കൊടുത്തു? 3 ലക്ഷം രൂപ. 3 വേണ്ട, 10 ലക്ഷം ഇരിക്കട്ടെ, ഞാൻ കുറച്ച് കാശുകാരനാണ്, നാട്ടുകാരൊക്കെ വിചാരിക്കട്ടെ, അല്ലെ? 10 ലക്ഷം രൂപ കടം കൊടുത്തു. പ്രവീൺ എന്നാ പറഞ്ഞത്? പ്രവീൺ പറഞ്ഞു, എന്നാ കടം കൊടുക്കുന്നത്? ഇന്നത്തെ ഡേറ്റ് എടുക്കാം, അല്ലെ? അല്ലെങ്കിൽ 2023 എടുക്കാം. 2023 ജനുവരി 1 എന്നാ കൊടുക്കുന്നത്? ജനുവരി 1. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഡ്യൂ ഡേറ്റ് എന്നാ പറഞ്ഞേക്കുന്ന? നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? 2024 ജനുവരി 1. എടാ, ഒരു കൊല്ലം എനിക്ക് സമയം വേണം. നീ തന്ന 10 ലക്ഷം ചുമ്മാ ചെറിയ പൈസ ഒന്നുമല്ല, 10 lakh rupees ആണ്. അപ്പൊ നീ തന്ന പൈസ തിരിച്ചു തരണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു കൊല്ലം സമയം വേണം. അപ്പൊ പ്രവീണിന് നമ്മൾ എത്രയാ ഡ്യൂ ഡേറ്റ് കൊടുക്കുകയാണ്? എത്രയാണ്? 1 year. ഡ്യൂ ഡേറ്റ് ഈസ് എത്രയാ? 1 Jan 24. എന്നാ മക്കളെ ഡ്യൂ ഡേറ്റ്? എന്താണ്? 1 January 2024. സംശയം ഉണ്ടോ? 1 January 2024 ആ ഡ്യൂ ഡേറ്റ്, അല്ലേ?
സോ ഡ്യൂ ഡേറ്റ് ആയി. പ്രവീൺ പൈസ തന്നോ? പൈസ തന്നില്ല. ഓക്കെ, പ്രവീൺ പൈസ തന്നോ? ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുക, താടാ പൈസ, താടാ പൈസ. അടുത്ത കൊല്ലമായി. ഏതായി? 1 ജനുവരി 2025 ഇപ്പൊ 1 കൊല്ലമായി പൈസ കിട്ടിയില്ല. അടുത്തത് 1 ജനുവരി 2026. പ്രവീൺ പറയുന്നടാ എന്റെ കാശില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുക. 2 കൊല്ലമായി പൈസ കിട്ടിയിട്ടില്ല. അടുത്ത 1 ജനുവരി 2027 പൈസ കിട്ടിയോ? കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്? ഒരു 10-ാം തീയതി 10th ജനുവരി 2027 എന്ത് ചെയ്യുക? കോടതിയിലോട്ട് പോവാ. ഞാൻ എങ്ങോട്ട് പോവാ? കോടതി പോവാ. എന്താ? ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആള് എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചു, യുവർ ഓണർ. ഇയാൾ എനിക്ക് എന്ത് തന്നിട്ടില്ല? പൈസ തന്നിട്ടില്ല. എനിക്ക് എന്ത് തന്നിട്ടില്ല? ഇയാള് പൈസ തന്നിട്ടില്ല. ഇയാൾ ഉടായിപ്പാണ്, യുവർ ഓണർ. എനിക്ക് എന്റെ പൈസ തിരിച്ചു വേണം. ഓക്കെ, എവിടെയാ നമ്മള്? കോർട്ട് റൂമിലാണ്. ആണോ? എവിടെയാ നമ്മൾ ഇരിക്കുന്നത്? കോർട്ടിലാണ്. ശരിയല്ലേ? സോ ഇവിടെ ജഡ്ജി ഉണ്ടേ. ഇവിടെ ആരിരിപ്പുണ്ട്? ജഡ്ജി ഇരിക്കുക. ജഡ്ജിയുടെ നമുക്ക് തലയൊക്കെ ഇങ്ങനെ ആക്കാം. ഓക്കെ, സോ ജഡ്ജി ഉണ്ട്. അപ്പൊ പ്രവീൺ ഇവിടെ നിന്നിട്ട് പറയും. പ്രവീൺ പറയും, യുവർ ഓണർ, ഞാൻ പൈസ കൊടുക്കാനുണ്ട്. ബട്ട് എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ബാഡ് ഡെറ്റ്. ഇറ്റ് ഈസ് എ ടൈം ബാഡ് ഡെറ്റ്. ആണോ അല്ലയോ? ഇറ്റ് ഈസ് എ ടൈം ബാഡ് ഡെറ്റ്. അപ്പൊ കോടതി പറയും, ഈ കേസ് എന്ത് ചെയ്തിരിക്കുന്നു? തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ കേസ് എന്ത് ചെയ്തിരിക്കുന്നു? തള്ളി കളയുന്നു. അതെന്താണ് അങ്ങനെ വരുന്നത്? അല്ലേ? ആസിഫിന് എന്ത് സംഭവിക്കും? ആസിഫിന് വിഷമാവും. ആണോ അല്ലയോ? അല്ലേ? വിഷമിച്ചു. ആണോ? ആസിഫ് ആരായി? പൊട്ടനാ. അല്ലേ? പൊട്ടനായിപ്പോയി. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാ? എടാ ശരിക്കും ന്യായമായിട്ട് എനിക്ക് 10 ലക്ഷം കിട്ടാനില്ല. ഉണ്ട്. ന്യായമായിട്ട് ആസിഫിന് എത്ര കിട്ടാനുണ്ട്? 10 ലക്ഷം കിട്ടാൻ. ആണോ അല്ലയോ? പിന്നെ എന്തുകൊണ്ടാ കോടതി കേസ് തള്ളിക്കണേ? ടൈം ബാഡ് ഡെറ്റ്. ദാറ്റ് മീൻസ് നിനക്ക് എന്തെങ്കിലും പൈസ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ നീ കേസിന് എപ്പോ പൊക്കോണം? 3 years. തൊട്ട് മുന്നേ ഞാൻ അതാണ് 3 years. ജനുവരി 2025 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം. ആണോ അല്ലയോ? ഈ 3 കൊല്ലമായിട്ട് കേസിന് പോയോ? പോയിട്ടില്ല. സംശയം ഉണ്ടോ? അല്ലേ? കേസിന് പോയില്ല. അപ്പൊ 3 കൊല്ലം കഴിഞ്ഞ് നീ കേസിന് പോയി കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യത്തില്ല? നിനക്ക് അനുകൂലമായിട്ട് വിധി വരത്തില്ല. ന്യായമായിട്ട് നിനക്ക് ആ പൈസ കിട്ടേണ്ടതാ. പക്ഷേ നീ എപ്പോ കേസിന് നോക്കണം? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് ഗോ ടു ദ കോർട്ട് വിത്തിൻ 3 years. ഡ്യൂ ഡേറ്റ് ആയി 3 കൊല്ലത്തിനുള്ളിൽ പോകണം. 5, 6, 10 കൊല്ലം കഴിഞ്ഞ് കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി നിന്റെ കാര്യം നോക്കാനില്ലായിരിക്കുന്ന പോടെ എടുത്തോണ്ട് പോടേന്ന് പറയും. അല്ലേ? ആണോ അല്ലയോ? അത്രേ ഉള്ളൂ ഇവിടെ കേസ്. സോ ടൈം ബാഡ് ഡെറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. ആരാണ്? ജുനൈദ്. ആരാണ് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്? ജുനൈദ് എന്ന് വിചാരിക്കാം. സോ പ്രവീണിനെ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളറിൽ കൊടുക്കാം. അവൻ എന്നെ ചതിച്ചല്ലേ? പാവൻ ഞാൻ. ആസിഫ് എന്ത് ചെയ്തു? വിഷമിച്ച് നിൽക്കുക. അപ്പൊ ഇത് കണ്ടിട്ട് ജുനൈദ് എന്ത് ചെയ്യുക? ജുനൈദ് പ്രവീണിന്റെ അടുത്ത് എന്ന് പറയുക, എടാ പ്രവീണെ നീ അവന് നിന്നെ ഒരു എന്ത് ചെയ്തു? 10 lakhs എന്ന് സഹായിച്ചതാ. അല്ലേ? ആണോ അല്ലയോ? നിനക്ക് പൈസ ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നിന്ന സമയത്ത് നിനക്ക് 10 ലക്ഷം രൂപ സഹായിച്ചവനാ. ആ പൈസ വെച്ചാ നീ ബിസിനസ് ചെയ്ത് ഈ ലെവലായത്. എന്നിട്ട് നീ ഇപ്പൊ അവന് പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ആണോ അല്ലയോ? അവന്റെ കാര്യം കുറച്ച് കഷ്ടത്തില. എന്നാലും നീ ഇങ്ങനെ കാണിക്കുന്നു. നിനക്ക് പൈസ ഉണ്ടല്ലോ, കൊടുത്തൂടെ? ഇപ്പൊ പ്രവീൺ പറയുവാണ്, നോ 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 നോ. അല്ലേ? സമ്മതിക്കോ? ഇല്ല. പക്ഷേ കുറെ നേരം ഒരു സംസാരിച്ചു. അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ജുനൈദ് പറഞ്ഞത് കൊണ്ട് ഞാൻ കൊടുക്കാം. പക്ഷെ ഞാൻ എത്ര കൊടുക്കുള്ളൂ? അവന് 10 ലക്ഷം ഒന്നും കൊടുക്കത്തില്ല. കോടതി പോലും ഇനി അവൻ കോടതി പോയപ്പോലും എന്ത് ചെയ്യത്തില്ല? അവന് പൈസ കിട്ടത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 5 ലക്ഷം രൂപ കൊടുക്കാം. എത്രയാ? 5 lakhs. ആസിഫ് വേണ്ടാന്ന് പറയും. എടാ 10 ലക്ഷത്തിന് കോടതി പോയാൽ കോടതി എന്ത് ചെയ്യും? നടക്കില്ല. 5 5 ഉള്ളത് കിട്ടട്ടെ എന്ന് വെക്കും. അപ്പൊ ആസിഫിന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ കൊണ്ട് പറഞ്ഞു,
ഇത് എഴുതി വെപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവൻ നാളെ വാക്ക് മാറ്റിയാലോ? അതുകൊണ്ട് ഇവിടെ ഒരു കോൺട്രാക്ട് എഴുതിക്കുക. അല്ലേ? എന്താണ്? ഞാൻ ആസിഫിന് 5 lakhs കൊടുത്തുകൊള്ളാം എന്ന് ആരെഴുതുക? പ്രവീൺ. അല്ലേ? പ്രവീൺ എഴുതി ഒപ്പിട്ടു. അല്ലേ? സോ ഈ ഒരു കോൺട്രാക്ടിന്റെ കേസ്, ഈ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ പ്രവീൺ 5 ലക്ഷം രൂപ ആസിഫിന് കൊടുക്കുന്നു. ആസിഫ് എന്തേലും തിരിച്ചിങ്ങോട്ട് കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും ഇത് വാലിഡാ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള പൈസയും പോയി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് തരാൻ വേണ്ടി എഴുതി വെക്കുന്നിടത്ത് ഇനി ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ നടക്കുവോ? ഇല്ല. ഈ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ എന്താ ആസിഫ് ഈ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ആസിഫ് ഒരു കൺസിഡറേഷനും പ്രവീണ് കൊടുക്കുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ വാലിഡ്. പ്രവീൺ ഇങ്ങോട്ട് കൊടുക്കുന്ന 5 ലക്ഷം അല്ലേ? ആണോ? സ്റ്റിൽ വാലിഡ്. അതാണ് നമുക്ക് ഈ കേസ് വരുന്നത്. ഓക്കെ. ജനറലി ദിസ് ലോൺ നീഡ് നോട്ട് ബി പെയ്ഡ്, ബട്ട് ഇഫ് പെയ്ഡ് ഇറ്റ് ഈസ് വാലിഡ്. അല്ലെ? ന്യായപരമായി നോക്കിയാൽ കൊടുക്കണം, പക്ഷെ നിയമപ്രകാരം നമുക്ക് പോകാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ് the creditor will not succeed in the court if he was silent for 3 years and went to court any time after the period of limitation. അല്ലെ? അല്ലെ? നമ്മളിപ്പോ ഓൾറെഡി എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ. അത് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വേറെ എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ്, ഏതാ ടോപ്പിക്ക് കഴിഞ്ഞത്? ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് നമ്മളിവിടെ എന്താ പഠിച്ചത്? ഒന്നാമത്തെ കൺസിഡറേഷൻ, അൺലോഫുൾ ആൻഡ് പാർട്ട്, എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഈ 2 ടോപ്പിക്കും കഴിഞ്ഞു അല്ലേ? ആണോ? വിത്തൗട്ട് കൺസിഡറേഷൻ അതിനകത്ത് കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. എന്താ പറയാനുണ്ട്? ഇൻഅഡിക്വസി ഓഫ് കൺസിഡറേഷൻ. എടാ, കൺസിഡറേഷൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് 8500 രൂപയാ വില. ഓക്കെ എന്ന് വിചാരിക്കാം. ഈ സാധനം ഞാൻ ചിലപ്പോ 100 രൂപയ്ക്ക് കൊടുക്കും എന്റെ കൂട്ടുകാരന്. അത് എന്റെ ഇഷ്ടം. ആണോ അല്ലയോ? An agreement to which the consent of the promisor is freely given is not void merely because the consideration is inadequate. അല്ലെ? കൺസിഡറേഷൻ ഇൻഅഡിക്വേറ്റ് ആണെന്ന് വെച്ചിട്ട് കോൺട്രാക്ട് ഇൻവാലിഡ് ആവുമോ? ആവത്തില്ല. എന്റെ ഇഷ്ടമാ, ഉണ്ടായാൽ മതി, ഒരു കൺസിഡറേഷൻ ഉണ്ടായാൽ മതി. അത് അഡിക്വേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ക്ലിയർ ആണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ സ്വമനസ്സോട് കൂടി എന്റെ കയ്യിരിക്കുന്ന പേന 8500 രൂപയുടെ പേന ഞാൻ എന്റെ കൂട്ടുകാരന് 100 രൂപയ്ക്ക് കൊടുക്കുക അല്ലെ? ആ കേസിൽ എന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീലി ഗിവൺ. കൺസെന്റ് എങ്ങനെയാണ്? ഫ്രീലി ഗിവൺ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. പിന്നെ എപ്പോഴാണ് ഈ കൺസിഡറേഷൻ ഇൻഅഡിക്വസി ഒരു പ്രശ്നമായിട്ട് വരുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കി, ഇവിടെ ആസിഫ് ഉണ്ട്. അല്ലേ? ഒരു ഗുണ്ടയുണ്ട്. അങ്ങനെ നമുക്ക് മീശയൊക്കെ വരച്ചു കൊടുക്കാം. ഇയാള് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. ആണോ അല്ലയോ? എന്താണ്? ഐ വിൽ കിൽ യു. എന്തിനാ? നിന്റെ അവിടെ കിടക്കുന്ന എത്രയാണ് പ്ലോട്ട്? 1 കോടി വില വരുന്ന 1 crore വില വരുന്ന പ്ലോട്ട് എന്റെ പേരിലോട്ട് എഴുതി തരണം. ആരാ പറയുന്നേ? ഗുണ്ടയാ. ശരിയാണോ? ഞാൻ മേടിച്ചു കൊടുത്തില്ലേ? ശരിയല്ലേ? തലേ തോക്ക് ഇങ്ങനെ വെച്ചിട്ട് പറയുവാണ്, മര്യാദയ്ക്ക് എഴുതണോടാ. ഇല്ല ഇപ്പം ഒരൊറ്റ വലി വലിച്ച തീർന്നു. പാവപ്പെട്ട ഞാൻ പേടിച്ചെഴുതി കൊടുക്കും. സിനിമയിലൊക്കെ കാണാൻ പറ്റുള്ളൂ തോക്ക് തിരിച്ച് വാങ്ങിച്ചിട്ട് ഗുണ്ടയുടെ തലയിൽ വെച്ചിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോകാൻ പറ്റുന്നു. ഞാൻ ഞാൻ പേടിച്ചിട്ട് എന്ത് ചെയ്യും? എഴുതി കൊടുക്കും. ശരിയാണോ അല്ലയോ? ഓക്കെ. നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? ഒരു പിച്ചക്കാശായിട്ട് ഒരു 10,000 രൂപ തരിക അല്ലേ? ആണോ? എത്രയാണ്? അപ്പൊ നമ്മൾ കോൺട്രാക്റ്റിൽ എഴുതി വെച്ചു. കോൺട്രാക്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. കോൺട്രാക്ട് എഴുതിയിട്ട് ആരാ സൈൻ ചെയ്യുന്നത്? ആസിഫ് അലി എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു. ഓക്കെ. സൈൻ ചെയ്യുക. ഞാൻ സൈൻ ചെയ്തോ? ഈ കോൺട്രാക്റ്റിൽ എഴുതിയേക്കുന്ന എന്തുവാണ്?
ഓക്കെ, ആസിഫിന്റെ സ്ഥലം വിൽക്കുന്നു 10,000 രൂപയ്ക്ക്. ആർക്ക് വിൽക്കുന്നു? ഗുണ്ടച്ചേട്ടന് വിൽക്കുന്നു. എടാ, 1 കോടിയുടെ പ്രോപ്പർട്ടി ഞാൻ 10,000 രൂപയ്ക്ക് വിൽക്കുവോ? എനിക്കെന്താ വട്ടാണോ? ആണോ അല്ലയോ? സോ ഞാൻ എന്ത് ചെയ്യും? ഇത് എഴുതിയെടുത്തു. അപ്പൊ ഈ സംഭവം എന്താണ്? എന്നെ ഭീഷണിപ്പെടുത്തിയ ഞാൻ കോടതി പോകും. നാളെ കോടതിയിൽ ചെന്നിട്ട് ഞാൻ പറയും, യുവർ ഓണർ എന്നെ ഭീഷണിപ്പെടുത്തിയ എഗ്രിമെന്റ് കാണിക്കും. നോക്കുമ്പോ ശരിയാണല്ലോ. 1 കോടി വില വരുന്ന സ്ഥലം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല 10,000 രൂപയ്ക്ക് ആസിഫ് അങ്ങനെ സമ്മതമില്ലാതെ എഴുതി കൊടുക്കുവോ? അപ്പൊ എന്തോ അവിടെ കള്ളത്തരം നടന്നിട്ടുണ്ട്, എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കോടതിക്ക് മനസ്സിലാവും. അപ്പൊ ആസിഫ് എന്നിട്ട് പറയുവാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആസിഫിന്റെ അനിയൻ എഴുതി കൊടുക്കുന്നത് 10,000 രൂപയ്ക്ക്, ആസിഫ് പൂർണ്ണ സമ്മതത്തോടെ എഴുതി കൊടുക്കുക, ഒരു പ്രശ്നവും. പക്ഷേ ഈ കേസിൽ എപ്പോഴാ പ്രശ്നം? ആസിഫ് കോടതി പോവാ. കോടതി പോയിട്ട് ആസിഫ് പറയുവാണ്, യുവർ ഓണർ എന്റെ സ്ഥലം 1 കോടി വില വരുന്ന സ്ഥലം ഇവൻ 10,000 രൂപയ്ക്ക് എന്റെ എഴുതി വാങ്ങിച്ചു, എന്റെ തോക്ക് ഭീഷണിപ്പെടുത്തി. അപ്പൊ കോടതി നോക്കും, ശരിയാണല്ലോ, ഷോക്കിംഗ്ലി ഭയങ്കര ലെസ്സാണ്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടാണ് ആസിഫ് അങ്ങനെ എഴുതി കൊടുത്തത് എന്നുള്ള ഒരു തെളിവിലോട്ട് നമുക്ക് കോടതിക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഉറപ്പിക്കാൻ പറ്റും. കൺസിഡറേഷൻ ലെസ്സാണ്. ആ കേസിൽ നീ കോടതിയിലൊന്നും പോകുന്നില്ല, നീ നിന്റെ സ്വന്തം അനിയന് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി കൊടുത്തു, അല്ലെ കൂട്ടുകാരന് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി കൊടുത്തു, നോ ഇഷ്യൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഷോക്കിംഗ്ലി ലെസ് ആൻഡ് ദി അതർ പാർട്ടി അലീജസ് ദാറ്റ് ഹിസ് കൺസേൺ വാസ് നോട്ട് ഫ്രീ. എന്റെ സമ്മതം എന്നെ ഭീഷണിപ്പെടുത്തിയാ വാങ്ങിച്ചത്. ഇവിടെ ഈ ചുമ്മാ എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് ഞാൻ സമ്മതത്തോടെ കൊടുത്തതല്ല എന്ന് ഒരാൾ കോടതി കയറി പറയുമ്പം അതെന്ത് ചെയ്യുവാണ്? തെളിവിന് എന്താണ്? സപ്പോർട്ടിങ്ങാ അല്ലേ? എടാ, നീ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്താണെ കുഴപ്പമില്ല അല്ലേ? അവിടെ പിന്നെ നീ കോടതി പോകേണ്ട ആവശ്യമില്ല അല്ലെ? സോ കൺസിഡറേഷൻ അഡിക്കേറ്റ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ആൻഡ് നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ പോയിന്റ്, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ്. അതായത് അല്ലെ, മൈനർ അല്ലാത്ത ഒരാളോട്, മൈനറിന്റെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. എന്താ നിങ്ങൾക്ക് അറിയാവുന്നത്? ഇറ്റ് ഇസ് വോയിഡ് അല്ലേ? ആണോ അല്ലേ? വോയിഡ് ആണ്. അല്ലാത്ത കേസുകൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആസിഫ് ഉണ്ട്. ആസിഫ് എന്ത് ചെയ്യുന്നു? ആസിഫ് അമലിനോട് പറയുക, അമല് നീ കല്യാണം കഴിക്കാനേ പാടില്ല. ഓക്കെ, ഞാൻ നിനക്ക് നീ കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ 2 crore rupees തരാം. എവറി എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ മൈനർ ഇസ് വോയിഡ്. അങ്ങനെ വെച്ചേക്കുന്ന ഒരു എഗ്രിമെന്റ്. ഞാൻ എത്രയാ പറയുന്നത്? നീ കല്യാണം കഴിക്കാൻ പാടില്ല. നോ മാരേജ്. നീ കല്യാണം കഴിക്കാനേ പാടില്ല. അങ്ങനെയാണ് നിനക്ക് 2 കോടി തരാം. ഓക്കെ, ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു കോൺട്രാക്ട് ഒക്കെ എഴുതി ഞങ്ങൾ 2 പേരും അതിൽ സൈൻ ചെയ്തു. 2 കോടി കൊടുക്കാം, ഇവൻ കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞു അല്ലെ? ഞാൻ 2 കോടി കൊടുക്കാം, ഇവൻ ഇനി കല്യാണം കഴിക്കാനേ പാടില്ല. ആണോ? 2 പേര് സമ്മതിച്ചാൽ പോലും, 2 പേർക്കും അത് സമ്മതമാണെങ്കിൽ പോലും ദിസ് കോൺട്രാക്ട് ഈസ് ഡിക്ലെയർഡ് ആസ് വോയിഡ് ബൈ ലോ. അതിന് യാതൊരു വാലിഡിറ്റി ഉണ്ടാകും അല്ലെ? വോയിഡ് എഗ്രിമെന്റ് ആണ്. ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ് അല്ലെ? നമ്മളിവിടെ പറഞ്ഞ കേസ്, ആസിഫ് എന്ത് ചെയ്യുവാണ്? പ്രവീണിനോട് പറയുവാണ്, മിസ്റ്റർ പ്രവീൺ, താങ്കൾ ഒരു ട്രേഡും ബിസിനസ് നടത്താൻ പാടില്ല. അങ്ങനെ താങ്കൾ സമ്മതിക്കുവാണെങ്കിൽ ഐ വിൽ ഗീവ് യു 10 crore rupees. നോ ട്രേഡ്. വെദർ ദിസ് കോൺട്രാക്ട് ഇസ് വാലിഡ്? നോ, ദിസ് ഇസ് ഡിക്ലെയർഡ് ആസ് വോയിഡ് ബൈ ലോ. എവറി എഗ്രിമെന്റ് by which anyone is restrained from exercising a lawful possession, trade or business of any kind is to that extent void. അല്ലെ? എടാ, അങ്ങനെ ഒരുത്തനോടെ നീ എന്ത് ചെയ്യാൻ പാടില്ല? ബിസിനസ് ചെയ്യാൻ പാടില്ല, ട്രേഡ് ചെയ്യാൻ പാടില്ല. നിനക്ക് ഇത്ര കോടി രൂപ തരാം, പൈസ തരാം എന്ന് പറഞ്ഞു വെക്കുന്ന കോൺട്രാക്ട് നിങ്ങൾ 2 പേരും സമ്മതിച്ചാൽ പോലും ദിസ് ഈസ് നോട്ട് വാലിഡ്. അതിന് ചില എക്സംഷൻ. എന്താണ് അതിന്റെ എക്സംഷൻ? സെൽസ് ദി ഗുഡ് വിൽ എക്സംഷൻ അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിയേ, അടുത്ത എക്സാമ്പിൾ നോക്കിയേ. വാട്ട് ഈസ് ഗുഡ് വിൽ? എന്താണ് ഗുഡ് വിൽ? സൽപ്പേര് ആണോ അല്ലയോ? എടാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കട തുടങ്ങാം, ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ മലബാർ ഗോൾഡ് ഒരു 3 നില കെട്ടിടമാണെങ്കിൽ സെയിം അതേ ടൈപ്പ്
സെയിം മോഡൽ സ്വർണം, എല്ലാം സെയിം. അവിടെ എത്ര സ്റ്റാഫ് ഉണ്ടോ അത്രയും നമ്പർ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ആണോ അല്ലയോ? സോ എല്ലാം സെയിം ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്ഥാപനം തുടങ്ങും. ഞാനൊരു സ്ഥാപനം തുടങ്ങും. ആൾക്കാർ എവിടെ കയറും? എന്റെ സ്ഥാപനത്തിൽ വരുമോ കൂടുതൽ ആൾക്കാര്? മലബാർ ഗോൾഡിൽ പോവോ? എവിടെ പോകും? മലബാർ ഗോൾഡ്. ദാറ്റ് ഈസ് ദി ഗുഡ് വിൽ. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് അവരുണ്ടാക്കിയെടുത്ത പേര് ലുലു. അവർക്ക് ഗുഡ് വിൽ ഉണ്ട്. ഓരോ സ്ഥാപനം വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് ഭീമ ജ്വല്ലറി, പല പല സ്ഥാപനങ്ങള്, കേരളത്തിൽ എന്തോരം സ്ഥാപനങ്ങള്. ഇവർ 1-2 ദിവസം കൊണ്ട് പൊട്ടിമുളച്ചു വന്നല്ല, വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പേരാ. സോ ദാറ്റ് ബ്രാൻഡ്, ആ ബ്രാൻഡിലോട്ട് ആൾക്കാർ പോകും. ആണോ അല്ലയോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഞാൻ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യുന്നു? ഇവിടെ മലബാർ ഗോൾഡ്. മലബാർ ഗോൾഡിന്റെ ഗുഡ് വില്ല് വാങ്ങിക്കുക. എന്ത് വാങ്ങിക്കുകയാണ്? ഗുഡ് വിൽ. കോടികൾ കൊടുക്കണം. ഗോൾഡ് അല്ല, മലബാർ ഗോൾഡിന്റെ ഗുഡ് വില്ല് വാങ്ങിക്കുക. ഞാൻ എന്ത് കൊടുക്കണം? കോടികളുടെ എമൗണ്ട് ഞാൻ കൊടുക്കണം. ആണോ അല്ലയോ? ഗുഡ് വില്ല് വാങ്ങണം. സോ അപ്പൊ എന്തുവാ? എനിക്ക് ആ പേരിന് യൂസ് ചെയ്യാം. ഐ ക്യാൻ യൂസ് ദാറ്റ് നെയിം. അപ്പൊ മലബാർ ഗോൾഡ് എന്ന് കാര്യമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? സ്ഥാപനത്തിലോട്ട് വരും. കോടികൾ കൊടുത്തിട്ടാണ് ഗുഡ് വില്ല് വാങ്ങിച്ചത്. ഓക്കെ, എവിടെയാ? സിറ്റി ലിമിറ്റ്. ഓക്കെ, ഇവിടെ ഈ സിറ്റി ലിമിറ്റില് എന്ത് ചെയ്തു? വാങ്ങിച്ചു. അപ്പൊ ഗുഡ് വില്ല് വാങ്ങിച്ചു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? എന്റെ കടയുടെ പേര് എന്താക്കി? മലബാർ ഗോൾഡ്. ഓക്കെ, മലബാർ ഗോൾഡ്. ഓക്കെ, അവന്മാര് ഗുഡ് വില്ലൊക്കെ വിറ്റു, എനിക്ക് തന്നു. തൊട്ടപ്പുറം വീണ്ടും അവന്മാര് സ്റ്റാർട്ട് ചെയ്യുക മലബാർ ഗോൾഡ്. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കും, ഞാൻ പൊട്ടനാണോ? ഇത്രയും പൈസ കൊടുത്ത് ഞാൻ ഗുഡ് വില്ല് വാങ്ങിച്ചിട്ട് നീ വീണ്ടും അതേ പേരിൽ അപ്പുറം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്റെ കടയിൽ ആൾക്കാർ കയറുമോ? ഞാൻ മുടക്കിയ കോടികൾക്ക് എന്ത് വില? ആണോ അല്ലയോ? ഞാൻ മുടക്കിയ പൈസക്ക് എന്ത് വില? ശരിയാണ്. യെസ്. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഗുഡ് വില്ല് വാങ്ങുമ്പം ഞാൻ അവിടെ വെക്കും. എന്ത് വെക്കും? വേറെ പേഴ്സൺ സെൽ ദ ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് ആൻഡ് എഗ്രീസ് വിത്ത് ദ ബയർ ടു റിഫ്രെയിൻ ഫ്രം ക്യാരിങ് സിമിലർ ബിസിനസ് വിത്തിൻ സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റ് ഓർ ഫോർ എ ടൈം പീരീഡ്. ഹിസ് സക്സസർ ഇൻ ദ ഇൻട്രസ്റ്റ് സച്ച് ആസ് എഗ്രിമെന്റ് ഈസ് വാലിഡ്. അല്ലേ? എടാ, ഗുഡ് വിൽ വാങ്ങിച്ചു, കോടികൾ കൊടുത്ത് നിന്റെ ആ പേര് ഞാൻ വാങ്ങിച്ചു. നീ ഇനി അതേ പേരില് ഈ ലിമിറ്റിൽ കട തുടങ്ങി, അല്ലെങ്കിൽ ഇത്ര നാൾക്കുള്ളിൽ വേറെ കട തുടങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകത്തില്ലേ? ആണോ അല്ലയോ? സോ എന്ത് ചെയ്തേക്കുവാണ്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പേരില്, നിങ്ങൾ അല്ലെങ്കിൽ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ലിമിറ്റിനകത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇവന്മാര് മലബാർ ഗോൾഡ് എന്നുള്ള പേര് എനിക്ക് വിറ്റു. ഓക്കെ, എന്നിട്ട് ആൾക്കാർക്ക് ഇവരെ അറിയാമല്ലോ. ഇവര് തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥാപനം തുടങ്ങാം. പേരൊന്നും ഇട്ടിട്ടില്ല. എന്താ പറയാ? അതെ, ഇതാ നമ്മുടെ സ്ഥാപനം കേട്ടോ. എടാ, കാശ് കൊടുത്ത ആ പേര് ഞാൻ വാങ്ങിച്ചിട്ട് ആൾക്കാർ മൊത്തം, കോടികൾ കൊടുത്ത് ഞാൻ പേര് വാങ്ങിച്ചിട്ട് ആൾക്കാർ മൊത്തം ആ കടയിലോട്ട് കയറിക്കൊണ്ടിരിക്കും. ഞാൻ പൊട്ടനാണ്. അപ്പൊ ഞാൻ പറയും, ഇത്ര നാളത്തേക്ക് നിങ്ങൾ ഈ ഒരു ലോക്കൽ ലിമിറ്റിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല. പറയുന്നതിന് കുഴപ്പമുണ്ടോ? കോടികൾ മുടക്കി ഗുഡ് വില്ല് വാങ്ങിച്ചിട്ട് നിങ്ങൾ പണി എനിക്കിട്ട് തന്നാൽ തീർന്നില്ലേ? അത് കുഴപ്പമില്ല. ആ കേസിൽ പ്രശ്നമില്ല, റെസ്ട്രെയിൻ ചെയ്യാം. എടാ, ലോകത്ത് നീ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുവാണ്. അതെന്താണ്? വാലിഡ് അല്ല, വോയിഡ് ആണ്. ഇവിടെ നോക്കിയേ, അമൽ സോൾഡ് ഹിസ് ഗുഡ് വിൽ ടു അസ്ലം and agreed that Amal will not do the same business within particular locality for a period of 5 years. അല്ലേ? അമൽ എന്ത് ചെയ്തു? ആർക്ക് ഗുഡ് വില്ല് വിറ്റു? അസ്ലമിന് വിറ്റു. എന്നിട്ട് അമൽ എന്ത് പറയുവാണ്? ഞാൻ അവര് തമ്മിലുള്ള എഗ്രിമെന്റ് വെച്ചേക്കാണ് 5 കൊല്ലത്തെ ഈ ലൊക്കാലിറ്റി ബിസിനസ് ചെയ്യില്ല. അത് കുഴപ്പമില്ല. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. സോ നെക്സ്റ്റ് വൺ, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡ്. അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയാ നമ്മൾ കഴിഞ്ഞത്? നമ്മളിവിടെ എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ് കഴിഞ്ഞു, ട്രേഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? ലീഗൽ പ്രൊസീഡിങ്. എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്. ഏതാ കേസ്? An agreement in restraint of legal proceeding is one by which any party is restricted absolutely from enforcing his right under a contract through a court or which limit usual period for starting legal proceedings. Such contract is for. അല്ലേ? നമുക്ക് അതിന്റെ നോക്കിയേ എന്താ പറയുന്നത്? എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, ഇൻ എ കോൺട്രാക്ട് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് കമ്പനിയും കസ്റ്റമറും. ഓക്കെ, അപ്പൊ അവിടെ ഒരു ക്ലോസ് വെച്ചേക്കാണ്, കമ്പനി വിൽ നോട്ട് ബി ലൈബിൾ. എന്താ ക്ലോസ് വെച്ചേക്കുന്നത്? കമ്പനി വിൽ നോട്ട് ബി ലൈബിൾ ടു ബി സ്യൂഡ് ഫോർ ഡാമേജസ് ഫോർ എനിത്തിങ് പെർട്ടൈനിങ് ടു ദ പ്രൊഡക്റ്റ് ഇൻ എനി കോർട്ട് ഓഫ് ലോ. എന്താ കമ്പനി വെച്ചേക്കുന്നത്?
കമ്പനി ലയബിൾ അല്ല. ഞങ്ങൾക്കെതിരെ, അതായത് കസ്റ്റമറുമായിട്ട് മാനുഫാക്ചറിങ് കമ്പനി, കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് കമ്പനി എഗ്രിമെന്റ് വെച്ചു, കോൺട്രാക്ട് വെച്ചു. ആ കോൺട്രാക്റ്റിൽ ഒരു പോയിന്റ് വെച്ചേക്കുവാണ്, എന്ത് സംഭവിച്ചാലും കമ്പനി ലയബിൾ അല്ല, നിങ്ങൾക്ക് കമ്പനിക്കെതിരെ കേസിന് പോവാൻ പറ്റത്തില്ല. അങ്ങനെ വെക്കാൻ പാടുണ്ടോ? നോ, ദാറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് വോയിഡ്. അങ്ങനത്തെ പോയിന്റ് വോയിഡ് ആണ്. സച്ച് കോൺട്രാക്ട് ഈസ് വോയിഡ് ആസ് ഇറ്റ് റെസ്ട്രിക്ട് ദ റൈറ്റ് ഓഫ് കസ്റ്റമർ ടു അവൈൽ ലീഗൽ റിക്കോഴ്സ്. അല്ലെ, എടാ കോടതി പോകാൻ പാടില്ല. ഒരു കോൺട്രാക്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ അകത്ത് പറയുവാണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കോടതി പോകാൻ പാടില്ല എന്ന് വെക്കുന്ന എഗ്രിമെന്റുകൾ വാലിഡ് ആണോ? അല്ല, അത് വോയിഡ് ആയിരിക്കും. അല്ലെ, എടാ ഈ ഇന്ത്യൻ പൗരനായ നിനക്ക് കോടതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോകാനുള്ള അവകാശം ഇല്ലേ? അത് ഹനിക്കുന്ന രീതിയിൽ കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് വാലിഡ് ആകുമോ വോയിഡ് ആകുമോ? ഇപ്പൊ വാലിഡ് ആക്കി തരാം അല്ലെ, വോയിഡ്. ശരിയാണോ അല്ലയോ? അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് പറയുന്നത് നോക്കി, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് പ്രൊഹിബിറ്റ് ബൈ എഗ്രിമെന്റ് ഫോർ എ പാർട്ടി ടു അപ്രോച്ച് എ റെലവന്റ് കോർട്ട് ഓർ ട്രിബ്യൂണൽ ഇഫ് പാർട്ടി ഹാവ് റൈറ്റ് ബീൻ വയലേറ്റഡ്. അല്ലെ, എടാ നീ കോടതി എന്ത് സംഭവിച്ചാലും, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ലയബിൾ അല്ല, നിങ്ങൾക്ക് കോടതി പോകാൻ പാടില്ല എന്നൊരു പാർട്ടിയോട് പറയാൻ പറ്റുമോ? ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോ, അങ്ങനെ കോൺട്രാക്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെ, ലിമിറ്റ് ദി ടൈം വിതിൻ വിച്ച് അഗ്രീഡ് പാർട്ടി ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. അല്ലേ, വെക്കുവാണ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എഗ്രിമെന്റ് എഴുതി 6 മാസത്തിനുള്ളിൽ 6 months അല്ലെ നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റുമോ? അല്ലെ, കോൺട്രാക്ട് എഴുതി എൻ്റർ ചെയ്ത ഡേറ്റ് 6 മാസത്തിനുള്ളിൽ കോടതി പോകാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് 6 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ പാർട്ടിക്ക് കോടതി പോകാൻ പറ്റത്തില്ല. റെസ്ട്രെയിൻ ചെയ്യുന്നു. പറ്റുമോ? പറ്റത്തില്ല. അല്ലേ, അങ്ങനെയുള്ള കേസ് മേക്ക് എ പാർട്ടി ഇമ്മ്യൂൺ ഫ്രം ലൈബിലിറ്റി. അതായത് ഞങ്ങൾക്ക് യാതൊരു ലൈബിലിറ്റിയും ഇല്ല, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു ലൈബിലിറ്റിയും ഇല്ല, ഞങ്ങൾക്കെതിരെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുമോ? നോ, അങ്ങനെ വെക്കുന്നത് വാലിഡ് അല്ല. ശരിയാണോ? അങ്ങനെ വെക്കുന്ന വാലിഡ് ആണോ? അല്ല. ചില എക്സംഷൻസ് ഉണ്ട് അല്ലെ, ചില എക്സംഷൻസ് ഉണ്ട്. ഏതാ എക്സംഷൻ കേസ്? എ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് or past dispute already risen is referred to arbitration. അല്ലെ, that if there is a clause in the said agreement. എടാ നമുക്കറിയാവുന്ന ഒരു കേസ് ഉണ്ട്. എന്താ? കോടതി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ല പാടുള്ള കേസാണ്, വർഷങ്ങൾ ചിലപ്പോൾ നീണ്ടുപോകാം. സോ ആർബിട്രേഷൻ ആൻഡ് റീകൺസിലിയേഷൻ ആക്ട് ഇന്ത്യയിലുള്ള നിയമമാണ്. അപ്പൊ എന്താ, നമ്മൾ കോടതി പോകുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർബിട്രേറ്ററിനെ വെക്കും. എന്താ ഇവിടെ നടക്കിരിക്കുന്ന 1, 3, 5 ഒക്കെ ആർബിട്രേറ്ററിനെ വെക്കാം. അയാൾ നമ്മളെ 2 പാർട്ടീസിനെ കേൾക്കും, എന്നിട്ട് അയാൾ വിധിക്കും. ഓക്കെ, ഇത് നിയമപരമാണ്. ആർബിട്രേഷൻ ക്ലോസ് വെക്കണം. അതിപ്പോ ഓൾറെഡി ഇപ്പൊ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് നമ്മൾ എഗ്രിമെന്റ് എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർബിട്രേഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓൾറെഡി ഡിസ്പ്യൂട്ട് ഉണ്ടായി, നമ്മൾ പറയും കോടതിയിലൊക്കെ പോയാൽ കുറെ സമയമാവില്ല, നമുക്ക് ആർബിട്രേഷൻ നടത്താം. കുഴപ്പമുണ്ടോ? പ്രശ്നമില്ല. ഓക്കെ, കോടതി പോയ സമയമാവുന്നതുകൊണ്ട് ലീഗൽ റെമഡിയാണ് ആർബിട്രേഷൻ. ഓക്കെ, ലീഗലി വാലിഡ് ആണ്. അതിന് ആർബിട്രേഷൻ ആൻഡ് റീകൺസിലിയേഷൻ നിയമമുണ്ട്. അതനുസരിച്ച് നിനക്ക് എന്ത് ചെയ്യാം? ആർബിട്രേഷന് പോകാം. അപ്പൊ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് വെച്ചേക്ക് ആർബിട്രേഷൻ ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആർബിട്രേഷനിലായിരിക്കും ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, കോടതി പോകേണ്ട, ആർബിട്രേഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി, അത് പ്രശ്നമില്ല. And next assumption, thus legally bank and financial institution could include prospective clauses. ആരാണ്? ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ പൈസ കടം വാങ്ങുന്നത് അങ്ങനെയുള്ള കേസുകളാണ്. അല്ലെ, ഗ്യാരണ്ടിയുടെ കേസാണ്, പൈസയുടെ കടം ഗ്യാരണ്ടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്. could include prescriptive clauses in their guarantee instrument. ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുവാണ്, ബാങ്ക് ആർക്കോ വേണ്ടി ഗ്യാരണ്ടി നിൽക്കുക. വേർ ദ റൈറ്റ് ഓഫ് ദ പാർട്ടി ടു ക്ലെയിം അഗേൻസ്റ്റ് ദ ബാങ്ക് വുഡ് ബി എക്സ്റ്റിംഗ്വിഷ്ഡ് അറ്റ് ദി എക്സ്പയർ ഓഫ് വൺ ടൈം പീരീഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഫാക്ട് ദാറ്റ് സച്ച് എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഓഫ് റൈറ്റ് വാസ് ബിഫോർ ദി പീരീഡ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ലിമിറ്റേഷൻ ആക്ട്. എന്ത് ചെയ്യുവാണ്? അത് ഞാൻ പറയുവാണ്, ഇപ്പൊ ബാങ്കിന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ഒരുത്തനുണ്ട്, അവന് വേണ്ടി ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുക. അപ്പൊ ബാങ്ക് എന്ത് ഗ്യാരണ്ടി നിൽക്കുക? എന്താ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പൈസ അടച്ചില്ലെങ്കിൽ, ഈ ക്ലയന്റ് പൈസ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആർക്കാണോ കൊടുക്കാനുള്ളത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അംബാനിക്കാണ് കൊടുക്കാനുള്ളത്, അംബാനിക്ക് വേണ്ടി അംബാനിക്ക് ആര് പൈസ കൊടുക്കാണ്ട്? മിസ്റ്റർ ജയകുമാർ പൈസ കൊടുക്കാണ്ടെന്ന് വിചാരിക്കും. ആരാണ്? ജയകുമാർ. ഓക്കെ, ജയകുമാർ ആർക്ക്? അംബാനിക്ക്. സോ ആരാ ഗ്യാരണ്ടി? ജയകുമാറിന് വേണ്ടി ആരാ ഗ്യാരണ്ടി? ബാങ്ക് ആർക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നു? ജയകുമാറിന്. പൈസ കൊടുക്കാനുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംബാനി എന്തോ ഗുഡ്സോ സാധനങ്ങളോ ആർക്ക് കൊടുത്തു? ജയകുമാറിന് കൊടുത്തു. അല്ലെ, അപ്പൊ കൊടുക്കുന്നതിന് മുന്നേ ഇവൻ തരുമെന്ന് എന്തോ ഉറപ്പ്? അപ്പൊ എന്ത് ചെയ്തു? അംബാനി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അംബാനിയെ പറ്റിയേക്കാൻ ജിയോ അല്ലെങ്കിൽ റിലയൻസ്. അല്ലേ, റിലയൻസ് എന്ത് ചെയ്യുക? കോൺട്രാക്ട് വെക്കുകയാണ്. എടാ നീ പൈസ തന്നില്ലെങ്കിലോ,
അല്ലെ? സാധനം തരാം, പൈസ തന്നില്ലെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യുന്നു? ജയകുമാർ പറയാം എന്റെ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കും, ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുക. ദാറ്റ് മീൻസ് ജയകുമാർ പൈസ തന്നില്ലേ ബാങ്ക് പൈസ തരും. ആ ഉറപ്പിന്റെ പുറത്ത് റിലയൻസ് കൊടുക്കുക. അപ്പൊ അതിൻ്റെ അകത്തൊരു പീരീഡ് വെക്കാം, അല്ലെ? പീരീഡ് വെക്കാം. അതായത് ഇതെന്തെങ്കിലും ക്ലെയിം ആയി കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ ബാങ്കിനെതിരെ ഇത് ചെയ്തോണം, വന്നോണം. ഇല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതായത് ഇവിടെ പറയുന്നത് ജസ്റ്റ് ലീഗലി ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുഡ് ഇൻക്ലൂഡ് പെർസ്പെക്റ്റീവ് ക്ലോസസ് ഇൻ ദിയർ ഗ്യാരണ്ടി ഇൻസ്ട്രുമെന്റ് വേർ ദ റൈറ്റ് ഓഫ് എ പാർട്ടി ടു മേക്ക് ക്ലെയിം. അല്ലെ? ബാങ്കിനെതിരെ നിങ്ങൾക്ക് വരണമെങ്കിൽ, ജയകുമാർ പൈസ കൊടുത്തില്ല ബാങ്ക് ആന്ന് പറഞ്ഞ് വരണമെങ്കിൽ അതൊരു എന്താണ്? would be extinguished at the expiry of time period irrespective of fact. Such extinguishment of right was before the period prescribed in Limitation Act. എപ്പോ വന്നോണം? ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെ? അല്ലാതെ പൈസ തന്നില്ല കൊല്ലങ്ങളായി മാസങ്ങളായി ഒരുപാട് നാളെ കഴിഞ്ഞിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഇൻക്ലൂഡ് എ ക്ലോസ് ഇൻ ദർ ഗ്യാരണ്ടി ഇൻസ്ട്രുമെന്റ് വേർ ദ റൈറ്റ് ഓഫ് പാർട്ടി ടു ക്ലെയിം അഗൈൻസ്റ്റ് ബാങ്ക് വുഡ് എക്സ്റ്റിംഗ്വിഷ് അറ്റ് എ പീരീഡ് നോട്ട് ലെസ് ദാൻ 1 year. അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവൻ പൈസ തന്നില്ല, 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് ബാങ്കിലൂടെ പൈസ ചെയ്യോ അല്ലെ റിലയൻസ് ചോദിച്ച കാര്യമുണ്ടോ? ഇല്ല. ടൈം ഫ്രെയിം വെച്ചേക്കുവാണ്. പൈസ തന്നില്ലെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് ആയാലും പൈസ തന്നില്ല, അങ്ങനെ ഒരു ഇവൻ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടൈം വെക്കാം. അത് 1 കൊല്ലത്തിൽ താഴെയുള്ള ടൈം അല്ല, ഇപ്പൊ 1 ഇയറിനുള്ളിൽ വരണം, അല്ല 1.5 ഇയറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ബാങ്കിനെതിരെ അല്ലെ ബാങ്കിന്റെ അടുത്തോട്ട് ക്ലെയിം ചെയ്ത് വരണമെന്ന് വെക്കാം. അതിന് പ്രശ്നമില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ്. ആ കേസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സംഷൻ നമുക്ക് കൊടുത്തേക്കുവാണ്. ഇനി 2 പോയിന്റ് കൂടെ. ഏതൊക്കെയാണ് 2 പോയിന്റുകൾ? ഒന്നാമത്തെ കേസ് എഗ്രിമെന്റ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, എടാ ഫോർ എക്സാമ്പിൾ എയും ബിയും തമ്മിൽ എഗ്രിമെന്റ് എൻട്രി ചെയ്തു 100 ടൺ ഓയിൽ. നമ്മൾ നേരത്തെ കണ്ടല്ലേ? എന്താ എന്തൊക്കെയാ വിൽക്കുന്നത്? പാം, ഒലിവ്, ക്രൂഡ്. ബി വന്നിട്ട് പറയാം അണ്ണാ ഇത് 100 കിലോ എന്ത് വേണം? എണ്ണ വേണം. ഓക്കെ, സമ്മതിച്ചു. ഏതെണ്ണയാന്ന് പറഞ്ഞോ? ഇല്ല. അല്ലെ? ഏതെണ്ണയാന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റ് വാലിഡ് ആണോ? അൺസർട്ടൻ ആണ്, സോ വോയിഡ് ആണ്. ഇനി ഫോർ എക്സാമ്പിൾ അണ്ണൻ ആകെ വിൽക്കുന്ന പാമോയില്ല, അവിടെ വന്നിട്ട് അണ്ണ എനിക്ക് 100 കിലോ എണ്ണ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അവിടെ പ്രത്യേകിച്ച് പിന്നെ അടുത്ത് പാം ഓയിൽ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചാണ് സ്ക്രീനിൽ തന്നിരിക്കുന്നത്, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ. വാട്ട് ഈസ് വേജർ? വേജർ മീൻസ് ബെറ്റിംഗ്. വേജർ എന്ന് പറഞ്ഞാൽ എന്താ? ബെറ്റിംഗ്. 2 പേര് ബെറ്റ് വെക്കുക, അല്ലെ? അവിടെ എന്താ വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ദാറ്റ് ഈസ് പ്യുവർലി വിൻ ഓർ ലോസ്. പ്യുവർലി വിൻ ഓർ ലോസ്. അങ്ങനെ വെക്കുന്ന വേജർ കോൺട്രാക്ട് ഇറ്റ് ഈസ് ഇൻവാലിഡ്. അതിന് വാലിഡിറ്റി ഇല്ല മക്കളെ, അല്ലെ? ആണോ? അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ എന്ത് ചെയ്തു? എഗ്രി ചെയ്തു. ഇന്ന് മഴ പെയ്യുവാണെങ്കിൽ ഞാൻ നിനക്ക് 50,000 രൂപ തരാം. മഴ പെയ്തില്ല, നീ എനിക്ക് എന്ത് ചെയ്യണം? 50,000 രൂപ തരണം. ബെറ്റല്ലേ? നമ്മൾ ബെറ്റ് വെക്കത്തില്ലേ? ഇന്ത്യ ജയിച്ചാൽ ഞാൻ നിനക്ക് 50 രൂപ തരാം, ഇന്ത്യ തോറ്റ നീ എനിക്ക് 50 രൂപ തരണം. ദാറ്റ് ഈസ് എ ഡിക്ലെയർഡ് ആസ് വോയിഡ് എഗ്രിമെന്റ്, അല്ലേ? ആണോ? ഇവിടെ 2 പേർക്കും ആ ഇവന്റെ പുറത്ത് കൺട്രോൾ ഇല്ല. കൺട്രോൾ ഉണ്ടോ? കൺട്രോൾ ഇല്ല. അങ്ങനത്തെ വരുന്ന കേസുകൾ എന്താണ്? എഗ്രിമെന്റ് ഓഫ് വേജർ വോയിഡ് ആണ്. എക്സംഷൻ എന്തുവാ? ഒരു എക്സംഷൻ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഓർ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഓർ എൻഡഡ് ടുവേർഡ്സ് പ്രൈസ് മണി ഓഫ് വാല്യൂ ഓർ എമൗണ്ട് 500 rupees or upwards to be rewarded to the winner of a horse race. അതായത് എന്തുവാ? നമ്മൾ കോൺട്രിബ്യൂഷൻ പൈസ ഇടുന്നു, സബ്സ്ക്രിപ്ഷൻ ഇടുന്നു. എന്താണ്? പ്രൈസ് മണി കൊടുക്കാൻ പോവാ. ഏതിന്? ചെറിയ എമൗണ്ട് അല്ല, 500 രൂപയോ മുകളിലോട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യുക. ഹോഴ്സ് റേസ് നടക്കുന്നു, ആ ഹോഴ്സ് റേസിന്റെ വിന്നറിന് നമ്മൾ ഇട്ടേക്കുന്ന ഈ പൈസ എല്ലാവരും കൂടി ഇട്ടേക്കുന്ന കൊടുക്കും. ആ കേസ് നമുക്ക് എന്തല്ല, കുഴപ്പമില്ല, ഇൻവാലിഡ് അല്ല, അത് വാലിഡ് ആണ്, കുഴപ്പമില്ല. ഹോഴ്സ് റേസിന്റെ കേസിൽ 500 രൂപ കൂടുതലുള്ള ഒരു എമൗണ്ട് സബ്സ്ക്രിപ്ഷനോ കോൺട്രിബ്യൂഷനോ ആർക്ക് കൊടുക്കുന്നു? ഹോഴ്സ് റേസ് വിന്നറിന് കൊടുക്കുന്നത് വാലിഡ് ആണ്. അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. കുതിരപ്പന്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ആണോ? ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് ആ ടോപ്പിക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബാക്കി പോയിന്റ്സും പഠിച്ചു, ശരിയല്ലേ? ഓക്കെ, സോ ഏതൊക്കെയാ നമ്മൾ പഠിച്ച പോയിന്റ്? എഗ്രിമെന്റ്, പിന്നെ റെസ്റ്റ് ലീഗൽ പ്രൊസീഡിങ്സ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? അൺസർട്ടനിറ്റി പഠിച്ചു. എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജറും പഠിച്ചു. ഓക്കെ.